പി.സി. ജോർജ് അടക്കമുള്ളവർ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. അതായത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരാണ്. അതായത് ഇടതും വലതും നിൽക്കുന്നവരാണ് തമ്പാനൂർ രവിയും ബെന്നി ബെഹനാനും. ഇവരറിയാതെ ഒരു കാര്യവും മുഖ്യമന്ത്രി നടത്തില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരായ ഇവരാണ്. അതുകൊണ്ട് തന്നെ തമ്പാനൂർ രവിയും ബെന്നി ബെഹനാനും സരിതയെ പിന്തുടരുന്നു. 2014 മുതലുള്ള ഫോൺ രേഖകളടക്കം സരിത കമ്മീഷന് മുന്നിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ, തെളിവുകൾ സോളാർ കമ്മീഷന്റെ സമക്ഷം എത്തി നിൽക്കുമ്പോൾ വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെയല്ലേ ഒന്നുകൂടി? സുരേഷ്, തീർച്ചയായിട്ടും ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വന്നിരിക്കുന്ന കമ്മീഷനിൽ സരിത നൽകിയ ആ തെളിവിൽ ഒന്ന് തമ്പാനൂർ രവിയുടെ ഇടപെടൽ സംബന്ധിച്ചാണ്. തമ്പാനൂർ രവി ഇടപെട്ട് 164 സ്റ്റേറ്റ്മെന്റ് ഉടൻ തന്നെ കോടതിയിൽ നൽകണം എന്ന് തമ്പാനൂർ രവി നിർദ്ദേശിച്ചു. അതിന് അടുത്ത ദിവസം സരിത 164 നൽകി. തുടർന്ന് തിരുവനന്തപുരം ACPക്ക് മൊഴി കൊടുക്കാൻ നോട്ടീസ് ലഭിച്ചു എന്ന തരത്തിലുള്ള ഒരു തെളിവാണ്. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ സരിത ഹാജരാക്കിയിരിക്കുന്നത്. നേരത്തെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരായ തമ്പാനൂർ രവിയും അതോടൊപ്പം തന്നെ ബെന്നി ബെഹനാനിൻ്റെയും പങ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ തെളിവുകളിലൂടെ വ്യക്തമായിരിക്കുന്നത്. തമ്പാനൂർ രവിയും അതോടൊപ്പം തന്നെ ബെന്നി ബെഹനാനുമാണ് ഈ കേസ് തേച്ചുമാച്ച് കളയാനും സരിതയെ സ്വാധീനിക്കാനും മൊഴികൾ മാറ്റിപ്പറയാനും ആദ്യം മുതൽ ഇടപെട്ടുകൊണ്ടിരുന്നതെന്നുള്ള വ്യക്തമാകുന്ന തെളിവുകളാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകിയിരിക്കുന്നത്. സോളാർ കമ്മീഷനിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് 164 സ്റ്റേറ്റ്മെന്റ് നൽകാൻ തമ്പാനൂർ രവി നിർദ്ദേശിച്ചു. അടുത്ത ദിവസം തന്നെ 164 സ്റ്റേറ്റ്മെന്റ് നൽകണം. അതിനടുത്ത ദിവസം തന്നെ 164 സ്റ്റേറ്റ്മെന്റ് നൽകി എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രവിയെ ഇക്കാര്യം തിരുവനന്തപുരം ACPക്ക് മൊഴി കൊടുക്കാൻ നോട്ടീസ് ലഭിച്ചു. എന്നാൽ തമ്പാനൂർ രവി അതിന് പോകേണ്ട എന്ന് പറഞ്ഞു എന്ന തരത്തിലും സരിത ഇപ്പോൾ സോളാർ കമ്മീഷൻ മുൻപാകെ മൊഴി നൽകിയിരിക്കുകയാണ്. ഏതായാലും ഇന്ന് സരിത നൽകിയിരിക്കുന്ന തെളിവുകൾ വളരെ വളരെ നിർണായകമാണ്. മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാർ വഴി ഈ തട്ടിപ്പിൻ്റെ മുഖ്യ സൂത്രധാരൻ, തട്ടിപ്പുകാരൻ മുഖ്യമന്ത്രി തന്നെ എന്ന തരത്തിലേക്ക് വിവരങ്ങൾ പുറത്തു വരുന്നു. അതിന് തമ്പാനൂർ രവി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തൻ, നേരത്തെ പി.സി. ജോർജ് സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ ഇടം കൈയും വലം കൈയുമായ തമ്പാനൂർ രവിയും ബെന്നി ബെഹനാനും നടത്തിയ ഇടപെടൽ, സ്വാഭാവികമായും ബെന്നി ബെഹനാനും തമ്പാനൂർ രവിയും ഇതുമായി ബന്ധപ്പെട്ട് എന്തിന് ഇടപെടൽ നടത്തുന്നു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നത് വഴി UDF സർക്കാരിനെ നിലനിർത്താൻ അത് സംബന്ധിച്ച തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരായ ബെന്നി ബെഹനാനും അതോടൊപ്പം തന്നെ തമ്പാനൂർ രവിയും 2014 മുതൽ തന്നെ സരിത പിറകിലുണ്ടായിരുന്നു. ഈ കേസ് അട്ടിമറിക്കാൻ നടത്തിയ ഇടപെടലുകൾ, പൈസ കൊടുക്കാൻ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകാം. ഏത് തരത്തിലുള്ള ഡീലാണ് സരിതയും തമ്പാനൂർ രവിയും തമ്മിൽ ഉറപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ ബെന്നി ബെഹനാനും തമ്മിൽ ഉറപ്പിച്ചിരുന്നതെന്ന് ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു. മുൻപ് ഒരുപക്ഷെ മുഖ്യമന്ത്രി പിതൃതുല്യനാണ് എന്ന് പറഞ്ഞിരുന്ന സരിത പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ നിർണായകമായ വിവരങ്ങളുമായി പുറത്തു വരുന്നു. സോളാർ കമ്മീഷൻ മുമ്പാകെ സത്യങ്ങൾ പുറത്തു പറയുന്നു. ആദ്യം മുതൽ തന്നെ പീപ്പിൾ TV അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകളെ, വിവരങ്ങളെ, തെളിവുകളെ സാധൂകരിക്കുന്ന തരത്തിലുള്ള CD-യും ഡിജിറ്റൽ തെളിവുകളാണ് ഇപ്പോൾ സരിത സോളാർ കമ്മീഷൻ. തീർച്ചയായിട്ടും സിജു സൂചിപ്പിച്ചത് ഇപ്പോൾ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അതായത് സോളാർ തട്ടിപ്പിന്റെ വിവരങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് പീപ്പിൾ TV ആണ്. കേരളം മുഴുവൻ അത് ചർച്ച ചെയ്തു. പിന്നീട് ദേശീയ മാധ്യമങ്ങൾ വരെ അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സോളാർ കമ്മീഷനിൽ മുഖ്യമന്ത്രി മൊഴി നൽകുന്ന ആ ഒരു ഘട്ടത്തിൽ ദേശീയ മാധ്യമങ്ങളടക്കം അവിടെ തമ്പടിച്ചുകൊണ്ട് ലൈവായി സംപ്രേഷണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരം വളരെ ഗൗരവമായി കേരള സമൂഹത്തിന് മുന്നിൽ കൈരളി പീപ്പിൾ TV എത്തിച്ച വാർത്ത, അതിൻ്റെ ഓരോ തുടർ നടപടിക്രമങ്ങളും തെളിവുകളും അടക്കം സരിതയുടെയും ബിജു രാധാകൃഷ്ണനെയും അങ്ങനെ ഓരോ വ്യക്തികളെയും ഓരോ സംഭവങ്ങളെയും അനുബന്ധിച്ചുള്ള തെളിവുകളടക്കം പീപ്പിൾ TV പുറത്തുവിട്ടു. ഇപ്പോൾ പുതിയൊരു വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ബെന്നി ബെഹനാൻ സരിതയുടെ ആദ്യ കാലഘട്ടത്തിൽ അഭിഭാഷകനായ ഫെനിയുടെ ഫോണിൽ സംസാരിച്ചു എന്ന തരത്തിൽ അതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ സരിത സോളാർ കമ്മീഷൻ നൽകിയിരിക്കുന്നത്. ബെന്നി ബെഹനാൻ ഫെനിയോട് ഫോണിൽ തന്നോട് സംസാരിച്ചത്, അതായത് ഫെനിയുടെ ഫോണിൽ കൂടെയാണ് സരിതയോട് ബെന്നി ബെഹനാൻ സംസാരിച്ചത്. FIR രജിസ്റ്റർ ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആ സമയം മാധ്യമങ്ങളിൽ തൻ്റെ പരാതി ചർച്ച ചെയ്യപ്പെട്ടു. ജനങ്ങൾക്കിടയിൽ ഇമേജ് മോശമായി, സത്യം തെളിയിക്കാൻ കേസുമായി മുന്നോട്ട് പോകണം എന്നാഗ്രഹിച്ചിരുന്നു. കേസ് റദ്ദാക്കണമെന്ന് ബെന്നി ആവർത്തിച്ച് ആവശ്യപ്പെട്ടു എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ സോളാർ കമ്മീഷൻ മുൻപാകെ സരിത നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും
ഈ തെളിവുകൾ എവിടെ എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രിയിലേക്ക് ഇതാ തെളിവ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ബെന്നി ബെഹനാൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനായ എറണാകുളത്തു നിന്നുള്ള MLA ബെന്നി ബെഹനാൻ, തമ്പാനൂർ രവി എന്നിവരടക്കം 2014 മുതൽ സരിതയോട് നിരന്തരം ബന്ധം പുലർത്തിയിരുന്നു. ഫോൺ വഴിയും അതോടൊപ്പം തന്നെ അഭിഭാഷകൻ വഴിയുമൊക്കെ ബന്ധപ്പെട്ടിരുന്നതിൻ്റെ വിവരങ്ങളാണ് പുറത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ സരിത സോളാർ കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് സരിത ഹാജരാക്കിയ ആദ്യ CD-യിൽ ബെന്നി ബെഹനാൻ 2014 മുതൽ സംസാരിച്ചതിൻ്റെയും തമ്പാനൂർ രവി മൊഴി മാറ്റിക്കാൻ പറഞ്ഞതിൻ്റെ തെളിവുകളുമാണ് ഹാജരാക്കിയത്. അതോടൊപ്പം തന്നെ ബാബുരാജ് എന്ന് പറയുന്ന ആളിൻ്റെ ഭൂമിയുടെ റീസർവേ നടത്തിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ഇടപെട്ടതിൻ്റെ തെളിവുകൾ, എബ്രഹാം കല്ലമണ്ണ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി അടുപ്പക്കാരനായ ബിസിനസ്സുകാരൻ തെളിവുകൾ നശിപ്പിക്കാൻ സരിതയെ സമ്മർദ്ദം ചെലുത്തി പീപ്പിൾ TV പുറത്തുവിട്ട EK ബാബുരാജിന്റെ ആ ഒരു ഭൂമിയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട വ്യക്തമായ തെളിവുകൾ, അതാണ് സരിത ഇപ്പോഴും സോളാർ കമ്മീഷന് മുന്നിൽ വളരെ ആധികാരികമായി തന്നെ സമർപ്പിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സോളാർ കേസ് പ്രേക്ഷക സമക്ഷം എത്തിച്ച അതിൻ്റെ ഓരോ ഗതിവിഗതികളും പ്രേക്ഷകർക്ക് മുന്നിൽ അറിയിച്ച പീപ്പിൾ TV-യാണ് വളരെ നിർണായകമായ തെളിവുകളും ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയും അത് സരിത സോളാർ കമ്മീഷന് മുന്നിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അതായത് മുഖ്യമന്ത്രി സരിതയെ അറിയില്ല എന്ന് പറയുമ്പോഴും അതിനെ അറിയാം, അതുകൊണ്ട് തന്നെ ശരിയായ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്ന രീതിയിൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന തെളിവുകളാണ് EK ബാബുരാജിൻ്റെ ഭൂമിയുടെ റീസർവേയുമായി ബന്ധപ്പെട്ട് രേഖകൾ പുറത്തുവിട്ടത്. അതായത് നിമിഷങ്ങൾക്കകമാണ് മുഖ്യമന്ത്രി സരിത എഴുതിയ ആ ഒരു ശുപാർശയിൽ ഒപ്പിടുകയും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സരിതയുടെ ശുപാർശയിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടതുകൊണ്ട് തന്നെ ആലപ്പുഴ ജില്ലാ കലക്ടർ അതിനുവേണ്ട നടപടിക്രമങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നത്. അവിടെ സ്വാഭാവികമായും ആ നിമിഷങ്ങളിൽ തന്നെ ഉയർന്നൊരു ചോദ്യമുണ്ട്. അതായത് മുഖ്യമന്ത്രിക്ക് സരിതയെ അറിയില്ലെങ്കിൽ സരിത സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു ശുപാർശയിലാണ് മുഖ്യമന്ത്രി ഒപ്പിടുന്നത്. വളരെ പുതിയ വിവരങ്ങൾ സോളാർ കമ്മീഷനിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിൽ ഇപ്പോൾ ബെന്നി ബെഹനാനിന്റെ ഇടപെടലുകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അബ്ദുള്ള കുട്ടിക്കെതിരായ കേസ് ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബെന്നി ബെഹനാൻ ഫെനിയെ വിളിച്ചതും അത്തരത്തിൽ ഇടപെടലുകൾ നടത്തിയും അതോടൊപ്പം മാത്രമല്ല ബെന്നി ബെഹനാനുമായി സംസാരിക്കുന്നത് 2014 ജൂൺ 5-നാണ് എന്നതടക്കം അതിൻ്റെ തെളിവുകൾ ഇപ്പോൾ ഹാജരാക്കിയിരിക്കുന്നുണ്ട്. പിന്നീട് തുടർന്ന് പല അവസരങ്ങളിലും തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് കേസ് നൽകാൻ ആവശ്യപ്പെടുകയും മാധ്യമങ്ങളിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനും ആവശ്യപ്പെട്ടു. ഇത്തരത്തിൽ സരിതയെ ഈ കേസുമായി ആരോപണം ഉയർന്നു വന്നതിന് ശേഷം ഈ കേസിനെ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ 2 കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒന്ന്, ഈ തട്ടിപ്പ് നടത്താൻ മുഖ്യമന്ത്രി സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സമ്പത്ത് കൈപ്പറ്റിയിട്ടുണ്ട്, പണം കൈപ്പറ്റിയിട്ടുണ്ട്, കോഴ കൈപ്പറ്റിയിട്ടുണ്ട്. 2, ഈ മാധ്യമങ്ങളിലൂടെ പീപ്പിൾ TV ഈ വാർത്ത പുറത്തുവിടുകയും സോളാർ കുംഭകോണം കേരള രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുകയും അത് വലിയൊരു വിസ്ഫോടനം സൃഷ്ടിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ആ കേസിനെ തേച്ചുമാച്ച് കളയാൻ മുഖ്യമന്ത്രി നടത്തിയ ഇടപെടലുകൾ ആ തരത്തിൽ തന്നെ ഇത് വ്യാഖ്യാനിക്കണം. പിന്നീട് മറ്റൊരു കേസ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾ. ഇങ്ങനെ 3 കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് വേണം ഈ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഇടപെടലുകളെ വിലയിരുത്തേണ്ടത്. അതിൽ 1, തട്ടിപ്പിൽ മുഖ്യമന്ത്രി പങ്കാളിയായി. 2, മുഖ്യമന്ത്രി കേസ് തേച്ചുമാച്ച് കളയാൻ ശ്രമം നടത്തി. 3, ഈ കേസുമായി ബന്ധപ്പെട്ട സരിതയുമായി ബന്ധപ്പെട്ട ലൈംഗിക ഇടപാടുകളെ കേസുമായി ബന്ധപ്പെടുത്തി കേസിന്റെ ദിശ തിരിച്ചുവിടാൻ ശ്രമങ്ങൾ നടത്തി. ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഏത് തരത്തിലുള്ള ഇടപെടലുകളാണ് നടത്തിയെന്ന് വളരെ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു. ജുഡീഷ്യൽ കമ്മീഷന് ഇത് പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരായ തമ്പാനൂർ രവിയും ബെന്നി ബെഹനാനും അടക്കമുള്ളവർ നടത്തിയ ഇടപെടലുകൾ 2014 മുതൽ നടത്തിയ ഇടപെടലുകളെ സംബന്ധിക്കുന്ന കൂടുതൽ വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ സരിത സോളാർ കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കിയിരിക്കുന്നത്. മാത്രവുമല്ല മുഖ്യമന്ത്രി എത്രത്തോളം മുഖ്യമന്ത്രിയുമായി സരിതയ്ക്കും ബിജു രാധാകൃഷ്ണനും അടുപ്പമുണ്ടായിരുന്നു എന്ന് സംബന്ധിച്ച തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം സരിത തന്നെ നേരത്തെ പറഞ്ഞിരുന്നത്, കഴിഞ്ഞ ദിവസം സോളാർ കമ്മീഷൻ മുമ്പാകെ പറഞ്ഞിരുന്നത്, സോളാർ പദ്ധതിയിൽ നടത്തുന്ന അല്ലെങ്കിൽ ടീം സോളാറിൻ്റെ ബിസിനസ് പദ്ധതികളിൽ ചാണ്ടി ഉമ്മനെ കൂടി പങ്കാളിയാക്കണം എന്ന തരത്തിലുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. സ്വാഭാവികമായും എല്ലാം കൂട്ടി വായിക്കുമ്പോൾ മുഖ്യമന്ത്രി തന്നെയാണ് ഇതിലെ പ്രധാന തട്ടിപ്പുകാരൻ, പ്രധാന സൂത്രധാരൻ എന്ന തരത്തിൽ കാര്യങ്ങൾ വരുന്നു. അതിനെ സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ആയ തെളിവുകൾ, മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്ന തെളിവുകളാണ് ഇപ്പോൾ സരിത സോളാർ കമ്മീഷൻ നൽകിയിരിക്കുന്നത്. ആദ്യം മുതൽ തന്നെ 2 ലക്ഷം രൂപയുടെ ആ ചെക്ക്, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്ന ചെക്ക് സംബന്ധിച്ച വിവരങ്ങൾ, ആ ചെക്ക് നൽകി അറിയിച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ സരിത സോളാർ കമ്മീഷൻ മുമ്പാകെ നൽകിയിരിക്കുന്നു. മാത്രമല്ല മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയിട്ട് സരിതയും ബിജു രാധാകൃഷ്ണനും ദില്ലിയിലേക്ക് നടത്തിയ
ഫ്ലൈറ്റ് യാത്രയുടെ വിവരങ്ങൾ, പെരുമ്പാവൂർ DYSP എടുത്ത ഫ്ലൈറ്റ് യാത്രയുടെ ഡീറ്റെയിൽസ് സംബന്ധിച്ച അതിൻ്റെ തെളിവുകൾ ഇപ്പോൾ നൽകിയിരിക്കുന്നു. മാത്രവുമല്ല തമ്പാനൂർ രവിയും ബെന്നി ബെഹനാനും ഇടപെട്ടത് 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിനായി തമ്പാനൂർ രവി നിർദ്ദേശം നൽകിയത്. അതോടൊപ്പം തന്നെ കേസിന്റെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി അബ്ദുള്ള കുട്ടിയുടെക്കെതിരായ ലൈംഗിക ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരാൻ സരിതയെ നിർദ്ദേശിച്ചതിന്റെ അടക്കമുള്ള വിവരങ്ങൾ, ഇതിൽ ബെന്നി ബെഹനാൻ സരിതയുടെ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണനുമായി നടത്തിയ സംഭാഷണ വിവരങ്ങൾ എല്ലാം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച തെളിവുകളാണ് ഇപ്പോൾ സരിത സോളാർ കമ്മീഷൻ മുമ്പിൽ നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ഏറ്റവും അധികം എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 2014 മുതൽ തന്നെ, അതായത് ഈ കേസ് വന്നതിന് ശേഷം കേസ് അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരും നടത്തിയ ശ്രമങ്ങൾ, ഇത് ഏറ്റവും മറ്റൊരു വിവരം പുറത്തു വരുന്നത് സലിം രാജിൻ്റെ സുരേഷ്, ഇത് നമുക്കിപ്പോൾ നൽകേണ്ടതായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം പറയുന്നതെന്ന് ബെന്നിയും രവിയും പറഞ്ഞിരുന്നു എന്നുള്ള വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതായത് 2014 മുതൽ ബെന്നി ബെഹനാനും തമ്പാനൂർ രവിയും എല്ലാം നടത്തിയത് മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞു, അതായത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം പറയുന്നതെന്ന് ബെന്നിയും രവിയും പറഞ്ഞിരുന്നു. അതിലേക്കുള്ള തെളിവുകൾ സരിത ഹാജരാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ സലിം രാജിനെതിരെ ക്ലിഫ് ഹൗസ് ടെലിഫോൺ ദുരുപയോഗം ചെയ്ത വകുപ്പ് തല അന്വേഷണം നടക്കുമ്പോൾ വിറ്റ്നസ് നോട്ടീസ്, അത് ഒരു പുതിയ വിവരം കൂടി പറഞ്ഞിരിക്കുന്നു. സലിം രാജിനെതിരെ സലിം രാജ് ക്ലിഫ് ഹൗസിലെ ടെലിഫോൺ ദുരുപയോഗം ചെയ്തത് സംബന്ധിച്ച് വകുപ്പ് തല അന്വേഷണം നടത്തി അതിൻ്റെ വിറ്റ്നസ് നോട്ടീസ് തനിക്ക് ലഭിച്ചിരുന്നു. ഇത് രവി അറിയിച്ചു. അദ്ദേഹം പറഞ്ഞ പ്രകാരം മൊഴി നൽകുന്നതെന്ന് സലിം രാജ് ഫോണിൽ വിളിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളും പറഞ്ഞു തന്നു. സലിമിന് വേണ്ടതുപോലെ മൊഴി നൽകണമെന്ന് രവി നിർദ്ദേശിച്ചു. സലിം രാജ് തന്നെ വിളിച്ചതിൻ്റെ ശബ്ദരേഖയും ഇവിടെ ഹാജരാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. അതായത് തമ്പാനൂർ രവി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരൻ എങ്ങനെയാണ് ഈ കേസ് തേച്ചുമാച്ച് കളയാൻ ഇടപെടൽ നടത്തിയെന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സലിം രാജിനെതിരെ അന്ന് കേസെടുത്ത് കേസ് തേച്ചുമാച്ച് കളയുന്നതിന് മുഖ്യമന്ത്രിയുടെ ടെലിഫോൺ ദുരുപയോഗം ചെയ്തു അടക്കമുള്ളൊരു കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് സലിം രാജിനെ വിളിച്ചത്, സലിം രാജിനോട് എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന കരത്തിൽ എന്തൊക്കെ പറയണമെന്ന് നിർത്തി. അതായത് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, തമ്പാനൂർ രവി ഒരു ദിവസത്തിൽ കൂടുതൽ സമയം സരിതയെ വിളിച്ചിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും മൊഴികളും മാറ്റുന്നതിന് വേണ്ടി സ്വാധീനം ചെലുത്തിയിരുന്നു. നിരന്തരം ഇടപെട്ടിരുന്ന ഒരാളാണ് തമ്പാനൂർ രവി എന്ന് വന്നിരിക്കുന്നു. മാത്രമല്ല തമ്പാനൂർ രവിയും ബെന്നി ബെഹനാനും പറഞ്ഞിരുന്നു ഈ പറയുന്നതെല്ലാം മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ്, മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്ന് തരത്തിലാണ് പറഞ്ഞിരുന്നത്. പിന്നെ എന്നെ ഏറ്റവും ഒടുവില ഒരു വിവരം വന്നിരിക്കുന്നത്, തന്നെ നേരിട്ടറിയില്ല എന്ന മുഖ്യമന്ത്രിയുടെ വാദം പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇന്നിവിടെ ഹാജരാക്കിയതിൽ 80% എന്നാണ് സരിത ഇപ്പോൾ സോളാർ കമ്മീഷൻ മുമ്പേ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും അത് സരിത പറഞ്ഞെങ്കിലെങ്കിൽ തന്നെ വ്യക്തമാകുന്ന കാര്യമാണ്. മുഖ്യമന്ത്രിയെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാൻ തമ്പാനൂർ രവിയും അതോടൊപ്പം തന്നെ ബെന്നി ബെഹനാനും നടത്തിയ ശ്രമങ്ങൾ എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ തെളിവുകളാണ് ഇപ്പോൾ സരിത സോളാർ കമ്മീഷൻ മുമ്പാകെ നൽകിയിരിക്കുന്നത്. സോളാർ കമ്മീഷന് മുന്നിൽ നിർണായകമായ തെളിവുകളാണ് സരിത എസ് നായർ ഇപ്പോൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നിർണായകമായ തെളിവുകൾ അടക്കം പീപ്പിൾ TV നേരത്തെ പുറത്തുവിട്ട തെളിവുകൾ അടക്കം തന്നെയാണ് സരിത സോളാർ കമ്മീഷന് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അടക്കം വിരൽ ചൂണ്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വളരെ പ്രസക്തമാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകാൻ സിജു സുഗതൻ ചേരുകയാണ്. സിജു, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നിർണായകമായ സുപ്രധാനപ്പെട്ട തെളിവുകളാണ്, അതായത് തെളിവുകൾ എവിടെ, ഗൂഢാലോചനയാണ് നടക്കുന്നത് എന്നുള്ള ഭാഗങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടുള്ള നിലപാടിലേക്കാണ് സരിതയുടെ തെളിവുകൾ സംസാരിക്കുന്നത്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് വ്യക്തമാകുന്നത്. ഒന്ന്, മുഖ്യമന്ത്രി തട്ടിപ്പ് നടത്തി എന്നത് വ്യക്തമായിരിക്കുന്നു. രേഖകൾ സഹിതം പരിശോധിച്ചാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകാം. പീപ്പിൾ TV പുറത്തുവിട്ട ആ വാർത്തയെ സാധൂകരിക്കുന്ന രീതിയിലേക്ക് പല കാര്യങ്ങളും പിന്നീട് വന്നു ചേർന്നത് നമുക്കറിയാം. പക്ഷേ വേറൊരു സുപ്രധാനപ്പെട്ട കാര്യം, ഈ തട്ടിപ്പ് നടത്തിയ മുഖ്യമന്ത്രി പിന്നീട് അത് തേച്ചുമാച്ച് കളയാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. അതിന് 2 പേരെയാണ് പ്രധാനമായും കൂട്ടുപിടിച്ചത്, തൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരായ തമ്പാനൂർ രവിയെയും ബെന്നി ബെഹനാനെയും. കാര്യങ്ങൾ ആ രീതിയിൽ തന്നെയല്ലേ വ്യക്തമാകുന്നത്? സുരേഷ്, തീർച്ചയായും ഇത് തന്നെയാണ്. കാരണം 2 ഘട്ടമായി ഈ കേസുമായി ബന്ധപ്പെട്ട് 2 ഘട്ടമായി ഇതിനെ പരിശോധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് 2012 പീപ്പിൾ TV വാർത്ത പുറത്തു വരുന്നത് വരെയുള്ള ഒരു ഘട്ടവും വാർത്ത പുറത്തു വന്നതിന് ശേഷമുള്ള ഒരു ഘട്ടവും. വാർത്ത പുറത്തു വന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രിയുടെ നേരിട്ടിടപെടലിൽ സോളാർ തട്ടിപ്പ് എന്ന വലിയ കേരള രാഷ്ട്രീയങ്ങളുടെ ഏറ്റവും വലിയ കുംഭകോണം നടന്നു എന്നുള്ളതാണ്. 2, മുഖ്യമന്ത്രി അധികാരത്തിലിരുന്നു കൊണ്ട് ഈ കേസിനെ തേച്ചുമായ്ച്ചു കളയാൻ നടത്തിയ ശ്രമങ്ങൾ. ഈ 2 സംഭവങ്ങളെയും അത്തരത്തിൽ തന്നെയാണ് വ്യാഖ്യാനിക്കേണ്ടത്. നമുക്കറിയാം, സരിത കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ മുഖ്യമന്ത്രിയെ പിതൃതുല്യനെന്ന് പറയുന്ന ഒരു സരിതയും അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ മാറി സരിത
യഥാർത്ഥ വസ്തുതകളിലേക്ക് വരുന്നു. അതായത് സരിതയെ സ്വാധീനിക്കാൻ നടത്തിയിരുന്ന ശ്രമങ്ങളിൽ എവിടെയോ ഡീലിൽ എവിടെയോ പാളിച്ച പറ്റിയിരിക്കുന്നു, ഇവർ തമ്മിൽ എവിടെയോ പിശക് പറ്റിയിരിക്കുന്നു, തമ്പാനൂരിയുടെയും ബെന്നി ബെഹനാന്റെയും ഇടപെടലിൽ എവിടെയോ പിശക് പറ്റിയിരിക്കുന്നു. അവിടെ മുതൽ സരിത ശരിയായ സത്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് വിലയിരുത്തേണ്ടത്. ഏതായാലും 2014 ശേഷം ഈ കേസ് ജുഡീഷ്യൽ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസ് തേച്ചു മായ്ച്ചു കളയാൻ സരിതയെ സ്വാധീനിക്കാൻ മുഖ്യമന്ത്രി അതായത് ബെന്നി ബെഹനാനെയും അതോടൊപ്പം തമ്പാനൂർ രവിയെയും ചുമതലപ്പെടുത്തി. തമ്പാനൂർ രവിയും ബെന്നി ബെഹനാനും നടത്തിയ ആ ശ്രമങ്ങൾ വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ സരിത സോളാർ കമ്മീഷൻ മുമ്പിൽ ഹാജരാക്കിയിരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ ഈ പറഞ്ഞ സരിത എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുതൽ തന്നെ ഈ സരിതയുടെ ഓരോ ദിവസത്തിലെ ഓരോ മണിക്കൂറുകളിലും തമ്പാനൂർ രവി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരൻ ഇടപെട്ടുകൊണ്ടിരുന്നു, ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. സരിതയെ ഡയറക്റ്റ് കിട്ടാത്ത സാഹചര്യങ്ങളിൽ ഫെനി ബാലകൃഷ്ണൻ എന്ന അഡ്വക്കേറ്റ് വഴി മുഖാന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ഏതായാലും അബ്ദുള്ളക്കുട്ടി സരിതയെ ക്രൂരമായി പീഡിപ്പിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ അത് കേസിലേക്ക് നീങ്ങാൻ പറഞ്ഞത് തന്നെ തമ്പാനൂർ രവിയുടെ നിർദ്ദേശപ്രകാരം അബ്ദുള്ളക്കുട്ടിക്കെതിരെ പരാതി നൽകാൻ ആവശ്യപ്പെട്ടത് തമ്പാനൂർ രവി എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ തെളിവുകൾ ഇപ്പോൾ ഹാജരാക്കിയിരിക്കുന്നു. സുരേഷ്, സിജു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഇപ്പോൾ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ പല മന്ത്രിമാരും നേരത്തെ ഇന്നലെ നമ്മൾ സംരക്ഷണം ചെയ്തതുപോലെ തന്നെ ഷിബു ബേബി ജോണിന്റെ അടക്കം വാദഗതികൾ, അതായത് ഒരു അഭിസാരികയുടെ വാക്കുകൾ കേരള സമൂഹം എങ്ങനെ മുഖവിലക്കെടുക്കും, ലക്ഷോപലക്ഷം ജനങ്ങളെ നയിക്കുന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളിലെ ജനങ്ങൾ സ്വീകരിക്കുക എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ പല നേതാക്കന്മാരും അത്തരത്തിൽ ഒരു സംരക്ഷണം മുഖ്യമന്ത്രിക്ക് തീർക്കാൻ തന്നെയാണ് മുന്നിട്ടിറങ്ങുന്നത്. പക്ഷേ ഇതിൻ്റെ ആദ്യഘട്ടം മുതൽ തുടങ്ങിയത് എന്ന രീതിയിൽ തന്നെ സംശയിക്കേണ്ടതല്ലേ? അതായത് ഒരു പെൺ വിഷയം ചേർത്തുകൊണ്ട് ഇത്ര വലിയ ഒരു അഴിമതിയുടെ ഗൗരവത്തെ കുറച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ സരിത എന്ന് പറയുന്ന സ്ത്രീയുമായുള്ള ലൈംഗിക ബന്ധത്തിന്റെ വാർത്തകൾ, സോളാർ കമ്മീഷന്റെ സിറ്റിംഗ് ഇടവേളയ്ക്ക് പിരിഞ്ഞിരിക്കുകയാണ്. 2 മണിക്ക് വീണ്ടും തുടരുമെന്നാണ് ഏറ്റവും പുതുതായ വിവരം നൽകാൻ കഴിയുന്നത്. ഏതായാലും ഇന്ന് വളരെ നിർണായകമായ വെളിപ്പെടുത്തലുകളാണ്, ചില തെളിവുകളാണ് സോളാർ കമ്മീഷൻ മുൻപാകെ സരിത ഹാജരാക്കിയിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സരിത പറഞ്ഞിരുന്നു, ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട സോളാർ കമ്മീഷനിലെ മുഖ്യമന്ത്രിയുടെ ഇടപെടലുകൾ സംബന്ധിച്ച ഡിജിറ്റൽ തെളിവുകൾ സോളാർ കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കും. മാത്രമല്ല, കമ്മീഷൻ ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ താൻ നൽകുമെന്നാണ് ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് സരിത പറഞ്ഞത്. അതുപ്രകാരം തന്നെ സരിത ഇപ്പോൾ ഡിജിറ്റൽ തെളിവുകൾ നൽകിയിരിക്കുന്നു. മുഖ്യമന്ത്രിയെ കൂടുതൽ കുരുക്കിലാക്കുന്ന മുഖ്യമന്ത്രി തന്നെയായിരുന്നു സോളാർ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ സരിത സോളാർ കമ്മീഷൻ മുമ്പാകെ നൽകിയിരിക്കുന്നത്. അതിൽ 3 CD-കളാണ് ഇന്ന് സരിത സോളാർ കമ്മീഷൻ മുമ്പിൽ നൽകിയത്. അതിൽ ആദ്യത്തെ CD-യിൽ ബെന്നി ബെഹനാൻ, എറണാകുളത്തു നിന്നുള്ള MLA ആയ ബെന്നി ബെഹനാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടലുകൾ, 2014 മുതൽ സരിതയുമായി നടത്തിയ സംഭാഷണത്തിന്റെ വിവരങ്ങൾ, അതിന്റെ ശബ്ദരേഖ അടക്കമുള്ള കാര്യങ്ങളാണ് നൽകിയത്. മാത്രവുമല്ല, ഏറ്റവും ഒടുവിലായി നൽകിയിരിക്കുന്നത് തമ്പാനൂർ രവി, തിരുവനന്തപുരത്തു നിന്നുള്ള കോൺഗ്രസ് നേതാവായ തമ്പാനൂർ രവി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടലുകൾ, അതിൽ മൊഴി എങ്ങനെയാണ് നൽകേണ്ടത്, സോളാർ കമ്മീഷന് മൊഴി നൽകേണ്ടത് എങ്ങനെയാണെന്നും അബ്ദുള്ളക്കുട്ടിയുടെ പീഡന വാർത്ത ഈ കേസുമായി എങ്ങനെ ബന്ധപ്പെടുത്തേണ്ടതുണ്ടും എന്നുള്ള തീർച്ചയായിട്ടും സിജു, ആ ഒരു വിഷയം, ലൈംഗിക വിഷയങ്ങൾ ചേർത്തുകൊണ്ട് ഈ ഒരു അഴിമതിയുടെ കഥ മൂടിവെക്കാനുള്ള ശ്രമങ്ങൾ തമ്പാനൂർ രവിയുടെയും ബെന്നി ബെഹനാന്റെയും അടക്കം ഭാഗത്തുനിന്നുണ്ടായി. ആ ഒരു നിലയിലേക്ക് ഈ ഒരു വാർത്തയെ, ഈ ഒരു സാഹചര്യത്തെ താഴ്ത്തിക്കൊണ്ട് അഴിമതിയെ മൂടിവെക്കാനും മുഖ്യമന്ത്രിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. ആ രീതിയിൽ തന്നെയാണോ കാര്യങ്ങൾ? അതെ, തീർച്ചയായും സുരേഷ്. അന്ന് സോളാർ കത്തി നിൽക്കുന്ന അവസരങ്ങളിലാണ് സരിതയുമായി ബന്ധപ്പെട്ട ലൈംഗിക ആരോപണം ഉയർന്നത്. സ്വാഭാവികമായും മാധ്യമങ്ങളടക്കം പൊതുജനങ്ങളടക്കം ശ്രദ്ധ ഈ ഇത്തരത്തിൽ ഇതിലേക്ക് തിരിയുന്നു. അബ്ദുള്ളക്കുട്ടി ഒരു വാർത്താ താരമായി മാറുന്നു. അബ്ദുള്ളക്കുട്ടി പീഡിപ്പിച്ച തരത്തിലേക്ക് വാർത്ത പോകുമ്പോൾ സ്വാഭാവികമായും മാധ്യമങ്ങളുടെ അടക്കം ശ്രദ്ധ അതിലേക്ക് തിരിയുമ്പോൾ കൂടുതൽ തെളിവുകൾ നശിപ്പിക്കാം, മൊഴികൾ മാറ്റിക്കാം എന്ന തരത്തിലുള്ള ആസൂത്രണമാണ് മുഖ്യമന്ത്രിയുടെ അനുചരന്മാരും നടത്തിയത്. അത് സംബന്ധിച്ച വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ തമ്പാനൂർ രവി ഏതൊക്കെ തരത്തിൽ ഇടപെടൽ നടത്തിയിരുന്നു എന്നുള്ളതാണ് 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിലടക്കം, അതോടൊപ്പം തന്നെ അബ്ദുള്ളക്കുട്ടിക്കെതിരെ കേസ് കൊടുക്കുന്നതിലടക്കമുള്ള കാര്യങ്ങളിൽ തമ്പാനൂർ രവി ഇടപെട്ടു. ഏറ്റവും ഒടുവിലായി മാധ്യമങ്ങളിലടക്കം ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വസ്തുത സുരേഷ്, മാധ്യമങ്ങളടക്കം ഈ വാർത്തയെ വളരെ ഗൗരവത്തോടു കൂടിയും കേരള ജനതയ്ക്ക് മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ, മാത്രവുമല്ല സർക്കാർ തന്നെ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ മുൻപാകെ കൊടുക്കേണ്ട മൊഴി, അതായത് ഇത് ഒരു പക്ഷേ ഒരു തട്ടിപ്പ് എന്ന തരത്തിൽ മാത്രമല്ല, അധികാരത്തിലിരുന്നു കൊണ്ട് ഒരു മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ നിയമ സംവിധാനത്തെ എങ്ങനെ വെല്ലുവിളിച്ചു എന്ന തരത്തിൽ കൂടി വ്യാഖ്യാനിക്കപ്പെടേണ്ട ഒരു കേസ്. അതിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട
ഈ സോളാർ കമ്മീഷന് മുൻപാകെ കൊടുക്കേണ്ട മൊഴി എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ആ മൊഴി എങ്ങനെ മാറ്റണം എന്ന തരത്തിൽ തന്നെ ഇടപെടൽ നടത്തി. അത് തന്നെ എങ്ങനെയാണ് ഒരു ജുഡീഷ്യൽ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നത്, സംസ്ഥാനത്തെ ജനങ്ങളെ ആകെ എളിഭരാക്കുന്നത് എങ്ങനെയെന്ന തരത്തിൽ തന്നെയാണ്, എങ്ങനെ എളിഭരാക്കാം എന്ന് തെളിയിക്കുന്ന കൂടി ഒരു കേസായി തന്നെ ഇത് പരിഗണിക്കപ്പെടേണ്ടി വരും. ഏതായാലും മുഖ്യമന്ത്രിയുടെ സരിത തന്നെ പറഞ്ഞതുപോലെ 80% തെളിവുകൾ മുഖ്യമന്ത്രിക്ക് തന്നെ അറിയില്ല എന്ന വാദം പച്ചക്കള്ളമാണ്. അതിനെ ഖണ്ഡിക്കുന്ന 80% തെളിവുകളാണ്. സരിതയുടെ വാക്കുകൾ തന്നെ കടമെടുത്ത് പറഞ്ഞാൽ അത്തരത്തിൽ തെളിവുകളാണ് ഇപ്പോൾ സരിത ഹാജരാക്കിയിരിക്കുന്നത്. ഉച്ച കഴിഞ്ഞ് സിറ്റിംഗ് തുടരുമ്പോൾ മറ്റ് സീഡുകളുടെ വിവരങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. സുരേഷ്, സിജു, വ്യക്തമാണ് കാര്യങ്ങൾ. അതായത് സോളാർ കമ്മീഷന് മുന്നിൽ വ്യക്തമായ തെളിവുകൾ തന്നെയാണ് സരിത ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയിലേക്ക് കാര്യങ്ങൾ നീളുന്ന തരത്തിലേക്ക് വ്യക്തമായ തെളിവുകൾ, അതായത് 3 സീറ്റുകളടക്കമാണ് സരിത നൽകിയിരിക്കുന്നത്. ഇപ്പോൾ സോളാർ കമ്മീഷന്റെ സിറ്റിംഗ് ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞിരിക്കുകയാണ്. 2 മണിക്ക് സോളാർ കമ്മീഷന്റെ സിറ്റിംഗ് പുനരാരംഭിക്കുമ്പോൾ കൂടുതൽ തെളിവുകളുമായി സരിത കമ്മീഷന് മുന്നിൽ ഹാജരാകും. കൂടുതൽ മൊഴികളും കൂടുതൽ തെളിവുകളും നൽകും. അതിൻ്റെ ഓരോ വിവരങ്ങളും ഓരോ നിമിഷങ്ങളിലും അതിൻ്റെ വിശകലനത്തോടെ പ്രേക്ഷകർക്ക് മുന്നിൽ പീപ്പിൾ TV എത്തിക്കുന്നതായിരിക്കും.